പ്രിയമുള്ളവരെ, എൻ്റെ പുസ്തകം ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി എന്നതിന് ഈ വർഷത്തെ ശ്രീനാരായണ അന്തർദേശീയ പുരസ്കാരം ലഭിച്ചു. അത് എനിക്കതിയായ സന്തോഷമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവാർഡ് സമർപ്പണ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അതെ, എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തത്? അതൊരു 6-7 വർഷം എടുത്തു. 6-7 വർഷം എടുത്തു. പിന്നെ സിദ്ദീഖ് സാറ് നമ്മുടെ ഒരു ഈ ചില സാങ്കേതിക കാരണങ്ങൾ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിൽ എത്തിച്ചു. സൗഹൃദമുണ്ട്. സാറിൻ്റെ ഒരു തമാശ കലർന്ന സൗഹൃദ സംഭാഷണങ്ങൾ ഒരു പ്രത്യേകതയുള്ള സംഗതിയാണ്. ഒന്നിനെയും വലിയ മസിൽപിടുത്തമില്ലാതെ ഗൗരവം കാണിക്കാതെ എടുക്കുന്ന ഒരാളാണ് സാറ്. ഒരുപാട് എന്താണ് അതേസമയം പ്രതികരിക്കാൻ രചിച്ച കൃതി ഒന്ന് വായിക്കണം. ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി എന്നുള്ളത്. അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും ശ്രീനാരായണ വരേണ്ടി വന്നു. ഞാനധികം സംസാരിക്കാനും ഞാൻ ഈ ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ കമ്മിറ്റിയിൽ 2 ടേമിൽ അതിൽ അംഗമായിരുന്നയാളാണ്. ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ട്. വേദിയിരിക്കുന്ന സ്വാമി പഠന കേന്ദ്രവുമായി വലിയൊരു ബന്ധം ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം. ഈ സന്തോഷത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ പറ്റി നമുക്ക് സൂക്ഷ്മമായ തൂക്കങ്ങൾ നടത്താനും പറ്റും. ഒരു ത്രാസിൽ നമ്മൾ തൂക്കി നോക്കിയാൽ ചിലത് ഏറെ സന്തോഷമുള്ളതാണ്. 12:30 ആകുമ്പോൾ ഇവിടെ തുടങ്ങും. ഞാൻ സാധാരണ ഒരു മീറ്റിങ്ങിനും വളരെ കുറച്ചു നേരം കൊണ്ട് സമ്മാനം സ്വന്തമാക്കിയ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ പ്രപഞ്ചം ചുറ്റാൻ പോയ ജീവിക്കുന്ന മണ്ണിൻ്റെ ഏറെ ദൂരെ അല്ല ഞാനും ജീവിക്കുന്നത്. ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വഴിയിൽ എത്തിപ്പെട്ടത്? നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു? നിങ്ങൾക്കൊരു കാര്യവുമില്ലല്ലോ ഇങ്ങനെ ഗുരുവിൻ്റെ വഴിയിലെത്താൻ. ഈ അടുത്ത കാലത്തും വീട്ടിൽ വന്ന ഒരാൾ ആക്ഷേപാർഹമായി അത് പറഞ്ഞു. അവൻ നടക്കുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാൻ. വിശുദ്ധ റമദാനാണ് വരാൻ പോകുന്നത്, വല്ല കാര്യവുമുണ്ടോ? തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അദ്ദേഹം ആർട്സ് കോളേജിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അവിടെ പ്രഗത്ഭരായ ഏതൊക്കെ അധ്യാപകരുണ്ട് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞേക്കാം. പത്മറാവ് സാറിനെ പോലെയുള്ളവർ അവരോടൊപ്പം പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്ത ഒരു വലിയ ഇന്റലിജൻസ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയിൽ ആ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളിൽ ആ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഗാർഡ്നർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനം ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസും ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസും പേഴ്സണൽ ഇന്റലിജൻസ്. ഇതിൽ നേടിയ ഭഗവാൻ രാമനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഈ പറയുമ്പോൾ ഒരു കാര്യം, അങ്ങനെ അല്ലാത്ത രാമനെയും അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്വപ്നസ്ഥാന സ്ഥൈര്യ സൗകാരം, ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങളുണ്ട്. എന്താണ് ഈ സ്വപ്നത്തിന്റെ പ്രത്യേകത? നമ്മൾ കൊലകൊമ്പനും മരണത്തിന്റെ മുമ്പിൽ പരാജയം പറഞ്ഞിട്ടേ പോകാൻ പറ്റും. ആ സമയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും മരണമാണ്. ശ്രീനാരായണ ഗുരു വിരുദ്ധമായ ഒരു ദർശനം കയറി വരില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുമെങ്കിൽ ആദ്യം തന്നെ പോയി പ്രഭാത് ബുക്സിൽ നിന്ന് സാറിൻ്റെ
സിദ്ധിയും സ്വാമിജി ശിശുപാലൻ ആരും പോകാതെ ഊണൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാവും. കാരണം ഇത് പക്ഷെ ഞാനിന്ന് ഏറെ സന്തുഷ്ടമാണ്. കാരണം ഇത് എന്നെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു യോഗമാണ്. ഞാനിത് വളരെ ചെറുപ്പത്തിലെ ഈ യോഗം സംഘടിപ്പിച്ചു തുടങ്ങിയ ആളാണ്. കഴിഞ്ഞാൽ ഞാൻ പണ്ട് നേരത്തെ രണവഴി ഗ്രന്ഥശാല, ആ ഗ്രന്ഥശാലയിൽ ഞാൻ MA-ക്ക് പഠിക്കുമ്പോൾ അവിടുത്തെ ഭാരവാഹികൾ എന്നെ ആദ്യം പ്രസംഗിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ യോഗത്തിൽ 3 പേര് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ അഭിമാനത്തോടെ ഓർപ്പിക്കുന്നു. അതിൽ അധ്യക്ഷനായിരുന്നത് അവണാവഴി സദാശിവൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA. ഞങ്ങൾ അയൽക്കാരാണ്. അതുപോലെ അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ. അതുപോലെ ഏറ്റവും തല്ലിപ്പൊടിയായ ഒരു സ്ഥലമാണ് ഞാൻ ഈ കോളേജ് ജോലിക്ക് പോയത് ഒരു അപൂർവതയാണ്. കാരണം എനിക്ക് വേണ്ടി ഈ കൊല്ലത്ത് പോയി അന്ന് ഞാൻ MA പരീക്ഷ എഴുതി റിസൾട്ട് വന്നില്ല. അപ്പോൾ ഈ അപേക്ഷ വാങ്ങാൻ പോയത് അച്ഛനാണ് കൊല്ലത്ത്. അച്ഛൻ വാങ്ങി, അച്ഛൻ പൂരിപ്പിച്ച്, അച്ഛൻ ഒപ്പിട്ട് പഠിപ്പിക്കാൻ പോയി. അതെനിക്ക് വളരെ പ്രായം വളരെ കുറവാണ്. 8 മണിക്ക് ക്ലാസ് തുടങ്ങും, 9:30 ക്ലാസ് കഴിയും. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് എഴുതി. പിന്നെ ഞാനൊരു തമാശയ്ക്ക് ഒരു മാസം അദ്ദേഹം പൊന്നാട അണിയിച്ചു. ശിവൻകുട്ടി, നമ്മുടെ സുഹൃത്തുക്കൾ കലകമ്പള്ളി സുരേന്ദ്രൻ, പിന്നെ പ്രശാന്ത്, നവ്യ നായർ, സജ്ജനാനുഭവം ദിവ്യ അയ്യോ, ഇവരെല്ലാം വഴിവണ്ടി. പക്ഷെ ആ പ്രസംഗം ഈ പുസ്തകത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതിന് പരമാവധി ഞാൻ പറയേണ്ട കാര്യമില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് ഏറ്റവും ഈ അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ശിശുപാലൻ പറഞ്ഞു ഒരു ശില്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഒരു ശില്പി വേണം. പൈസ വാങ്ങി കൊടുപ്പിച്ചു. ഈ 6 മാസമായി 600 ദിവസം ഈ ചിത്രകാരൻ എന്നെ വിളിക്കും, ഡേ പൊടിയടിക്കിട്ട് അങ്ങനെ നാളെ രാവിലെ 2 ആളുകൾ വരും. ഓ സന്തോഷം. പബ്ലിക് ലെവലിൽ പോയി. അപ്പം പിറ്റൊന്ന് അച്ഛൻ സമൂഹോട് വെച്ചിട്ടാണ് ഗുരു പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. കാരണം ഒരു മകളുണ്ട് അവിടെ ഇരിപ്പുണ്ട്, കൊച്ചുമോളുണ്ട്, പിന്നെ മരുമകൻ അത് അവിടെ ഇരിപ്പുണ്ട്. ഇവരെയാണ് എൻ്റെ കുടുംബാംഗങ്ങൾ. അത് അറിയുന്നത് മനസ്സിലായില്ല. പിന്നെ ഒരു ആളുകൾ എല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും പ്രാന്ത്യം ഉണ്ട്. നെൽസൺ സാറുണ്ട്, ഫാഷൻ വഴിയിലെ പ്രധാന ശക്തിയാണ്. ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു വിചിത്ര നിർബന്ധമുണ്ടായിരുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. എനിക്ക് പലപ്പോഴും സംസാരിക്കാൻ ഞാനിങ്ങനെ സദസ്സിലുള്ളവരെ ചന്ദ്രബാബു സാറിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം ഈ ചടങ്ങ് ധന്യമാക്കുവാനായി എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. അല്ല ആർക്കും സൗകര്യമില്ല. കാരണം മന്ത്രിക്ക് പിന്നെ 10:00 വിളിച്ചെന്നേ. ഞാൻ 11 മണിക്ക് വരും. എത്ര വർഷം കൊണ്ട് എഴുതി തീർത്തത്? അതൊന്നുമില്ല. അത് കുറേ കാലം ഇത് പതുക്കെ ചോറിന് വേദന എടുക്കും. ചവയ്ക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ.
വേണ്ട വേണ്ട